വസ്സല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹി മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ദലാലഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ ഒത്തുചേരേണ്ടി വരുമെന്ന് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. മറുപക്ഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രവചിച്ചതാണ്. ആ പ്രവചനം ഇവിടെ പുലർന്നിട്ടുണ്ട്. ഈ വിഷയത്തിലുള്ള ചില പോസിറ്റീവുകൾ ആദർശ വ്യതിയാന ആരോപണങ്ങളുമായി ഇങ്ങനെ ഒരു വിഭാഗം കേരളക്കരയിൽ നഗ്ന നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിൽ നമുക്ക് പലരെയും കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഈ പുളിക്കലങ്ങാടിയിൽ നമുക്ക് ഏറ്റവും അധികം കണ്ടുമുട്ടേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു ബഹുമാനനായ സുബൈർ മങ്കട. ഞാൻ പ്രതീക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബ്ദുറഹിമാൻ സലഫിയെ ഇപ്പോഴത്തെ പുതിയ ഇഷ്യൂവിൽ അല്പസ്വല്പം കണ്ടുമുട്ടാമെന്ന്. പക്ഷെ വളരെ തന്ത്രപരമായി ഈ ഒരു വിഷയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കം കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഒന്നാമത്തെ വിഷയം, ഇവിടെ പ്രസംഗിക്കുന്ന കരുമ്പുലാക്കലൊരു കുട്ടിയാണ് എന്നുള്ളതാണ്. അബ്ദുറഹിമാൻ സലഫിയും ഞാനും കുട്ടികളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ കുട്ടികളുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു 5-6 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഒരു 5-6 വയസ്സിൻ്റെ വ്യത്യാസമുള്ള കുട്ടികളാണെന്നർത്ഥം. പിന്നെ തല നിറച്ചു എന്നുള്ളതാണ്. ആവശ്യമില്ലാത്തൊക്കെ തലയിൽ ചിലപ്പോൾ നിറച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്ന കാലമാണല്ലോ. ചെറിയ പ്രായത്തിൽ നിറക്കുക എന്നുള്ളത് അത്ഭുതം പോലുമല്ല. ഏതായിരുന്നാലും ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ നിന്ന് ആരും പറയാറുണ്ടായിരുന്നില്ല. അബ്ദുറഹിമാൻ സലഫി കാര്യമായി സംസാരിക്കുന്നത് അബ്ദുസ്സലാം സുല്ലമിയുടെ നോട്ട്സാണ് നമ്മളൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്. വിവരമുള്ള ഒരു പണ്ഡിതനോട് പല വിഷയങ്ങളിലും വിശദീകരണം തേടുക എന്നത് വിനയത്തിൻ്റെയും വിവരത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളത് നിർവഹിക്കാറുണ്ട്. എന്നാൽ ആരുടെയും നോട്ട്സ് കട്ടെടുക്കേണ്ടി വരികയോ തട്ടിപ്പറിക്കേണ്ടി വരികയോ ചെയ്ത ഒരു സാഹചര്യം മുജാഹിദ് പ്രസ്ഥാനത്തിൽ അബ്ദുറഹിമാൻ സലഫിക്കല്ലാതെ വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. ഞാൻ സംസാരിക്കുന്നത് കൊട്ടപ്പുറം സംവാദം നടന്നിരിക്കുന്ന തൊട്ടടുത്ത പ്രദേശത്ത് വെച്ചാണ്. കൊട്ടപ്പുറം സംവാദത്തിൻ്റെ തലേ നാളുകളിൽ പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ വലിയ പണ്ഡിതന്മാരെല്ലാവരും ഒരുമിച്ചുകൂടി എതിർപക്ഷത്തോട് വാദങ്ങളും പ്രതിവാദങ്ങളും ഉന്നയിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ ബൃഹത്തായ ഒരു നോട്ടുണ്ടായിരുന്നു. ആ സംവാദം കഴിഞ്ഞിട്ട് അതൊരു നല്ല ഒരു ബുക്കാക്കിയിട്ട് എല്ലാ പണ്ഡിതന്മാർക്കും കൊടുക്കണമെന്നാണ് അന്ന് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ തീരുമാനിച്ചത്. സംവാദത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വന്ന ചില അസ്വാരസ്യങ്ങളിൽ ഉള്ള കിതാബുകളൊക്കെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ
മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുപോയ എല്ലാ കിതാബുകളും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഒന്ന് മാത്രം കിട്ടിയില്ല. കിട്ടാതെ പോയത് എല്ലാവരും കൂടി തയ്യാറാക്കിയ നോട്ട്സാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അന്ന് അവിടെ കിതാബ് എടുത്തു കൊടുക്കാൻ വേണ്ടി നടന്നൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അയാൾ ഭയങ്കര ഖനന പ്രസംഗവും വാദപ്രയോഗമൊക്കെ രംഗത്ത് വന്നുണ്ടു. അദ്ദേഹത്തിൻ്റെ ശേഖരങ്ങൾ പരിശോധിക്കുമ്പോൾ നോട്ട്സ് അവിടെ ഉണ്ട്. ആ പയ്യനാണ് അബ്ദുറഹിമാൻ സലഫി. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പുളിക്കലിൽ തന്നെ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള കൊട്ടപ്പുറം സംവാദത്തിന് സാക്ഷികളും കാവൽക്കാരുമായി നിന്നിരിക്കുന്ന നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പുളിക്കലുണ്ട്. അവരത് പറഞ്ഞു തരും. ഞാനത് പറഞ്ഞത് ഇതൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശമല്ല. ഒരു മഹാനായ പണ്ഡിതൻ എന്ന് അവകാശപ്പെടുന്ന ആള് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തിന് ചേരുന്ന ഒരു ഉപമ പോലും ഇവിടെ പറഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹം അബ്ദുസ്സലാം സ്വലമിയെ കുതിര കയറുവാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉപമ അദ്ദേഹം തന്നെ പറയുന്നത് പറയാൻ പറ്റാത്തൊരു സാധനത്തെക്കുറിച്ചാണ് പറയുന്നതെന്നാണ്. വേറെ ഒരു ഉപമയും കിട്ടിയില്ലേ. പിന്നെ അവനാന് ചേർന്നത് തന്നെയാണല്ലോ അവനാൻ പറയേണ്ടത്. കാര്യമായി ഇവിടെ സംസാരിച്ച വിഷയം അബ്ദുസ്സലാം സ്വലമിയുടെ PF എപ്പോഴാണ് കൊടുക്കുക, എപ്പോഴാണ് കൊടുക്കാതെ കേട്ടവർക്കൊക്കെ മനസ്സിലായി. ആ PF കിട്ടുന്നുള്ളത് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സലഫി അത് കൊടുക്കുകയും ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അബ്ദുസ്സലാം സ്വലമിയെയും തൻ്റെ സഹോദരനെയും തമ്മിൽ തെറ്റിക്കണം. അതിനുള്ള പണികളാണ് തുടങ്ങി വെച്ചതെന്ന് ഇവിടുന്ന് പറഞ്ഞു. കാരണം സ്വന്തം വീട്ടിലെ അവസ്ഥ എല്ലാ വീട്ടിലും ഉണ്ടാവണം എന്നാണല്ലോ. പുളിക്കൽ വെച്ച് എനിക്ക് ഏത് സഹോദരനോടാണോ ആശയപരമായി സംവദിക്കേണ്ടി വന്നത്, അതേ സഹോദരനും ഈ സഹോദരനും തമ്മിൽ ഇപ്പോൾ എത്ര സംവാദങ്ങൾ കഴിഞ്ഞു എന്നുള്ള മാത്രമേ ഇനി സമൂഹം അറിയേണ്ടതുള്ളൂ. അന്നും ഇയാളുടെ സഹോദരൻ വന്നിട്ട് വിളിക്കുന്ന പ്രസംഗിച്ചെന്താ, പാട്ടും പാടി ചിത്രം വരച്ചാക്കണ ഒരു പയ്യൻ, അവനോടൊന്നും മറുപടി പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ ആളാണ് എറണാകുളത്ത് വെച്ച് ആശയ വ്യതിയാനം എന്ന വിഷയത്തിൽ സംവാദം നടത്താൻ വേണ്ടി വരുന്നത്. ആരോട്? അതേ പയ്യനോട്. അതേ അവസ്ഥ ഇൻഷാ അല്ലാഹ് അബ്ദുറഹ്മാൻ സലഫിനെ ഏതെങ്കിലും ഒരു മൂലയിലിട്ട് നമ്മൾ പിടിക്കും. അങ്ങനെയൊന്നും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങൾ എവിടെയുള്ള അവിടെ തെരഞ്ഞു വരികയാണ്. നമ്മൾ സാധാരണ ഒരു സ്വാഗതം പറയുകയാണെങ്കിൽ 2 മണിക്കൂർ നീണ്ടുക്കുന്ന ആൾ ഉദ്ഘാടന പ്രസംഗം 25 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞല്ലോ. അതിൽ 15 മിനിറ്റ് PF ആണ്, 10 മിനിറ്റ് ബാക്കിയുള്ള അളക്കലും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു മര്യാദ പോലും പാലിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല എന്നത് സങ്കടകരമായി പോയി. പക്ഷെ ഞങ്ങൾ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ ഉമർ മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആളെ നോക്കാറില്ല, തെളിവാണ് നോക്കുക. അത് മുസ്ലിയാക്കന്മാരുടെ വേദിയിലാണെങ്കിലും ഇനി ജമാഅത്താരുടെ വേദിയിലാണെങ്കിലും മറ്റേ ചേകനൂരികളുടെ വേദിയിലാണെങ്കിലും ഇപ്പോൾ ഈ ജിന്ന് വർഗത്തിൻ്റെ വേദിയിലാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ആരാ പ്രസംഗിക്കണം നമുക്ക് വിഷയമേ അല്ല. പ്രസംഗത്തിലെ വിഷയവും അതിൻ്റെ പ്രമാണങ്ങളുമാണ് നമ്മുടെ വിഷയം. അത് നിങ്ങളുടെ കുറ്റിപ്പൊന്തനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സംസാരിപ്പിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചുള്ള വിഷയമല്ല. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് മറുപടി പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ നിലയും വിലയും കുറഞ്ഞു പോകും എന്നൊരു ബേജാറ് ഞങ്ങൾക്കില്ല. അങ്ങനെ ഇല്ലാത്തൊരു നിലയും വിലയൊന്നും പറഞ്ഞു നടക്കുന്ന ആൾക്കാരല്ല നമ്മൾ. ഇവരൊക്കെ നിലയും വില ഏകദേശം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അത് മറുപടി അറിയിക്കുന്നില്ല, അയാളോട് സംസാരിക്കേണ്ടതില്ല, ഇയാളെ മറുപടി പറയേണ്ടതില്ല. പിന്നെ മറുപടി പറയുന്ന ആളുകൾക്ക് കുറേ ഓമന പേരുകളൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടൊന്നും വിഷയമാവില്ലല്ലോ.